ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശേറിയ വോട്ടും പോരാട്ടം ഹോട്ട്സ്റ്റാറിൽ അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ ഇന്ന് രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 പേരാണ് ഇത്തവണ നോമിനേഷൻ ഉള്ളത്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആകത്തുള്ളൂ. അതോടൊപ്പം ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസുകളും ബിഗ് ബോസ് വോട്ടിംഗ് അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങൾ ആർക്കാണെന്ന് വോട്ട് ചെയ്യുന്നതും കൂടെ ഈ വീഡിയോയുടെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാവിലെ 7 മണി വോട്ടിംഗ് സെറ്റിൽ ഒന്നാം പൊസിഷൻ അത് അനിമോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നേരത്തെ രേണുസുതിയായിരുന്നു ഒന്നാം പൊസിഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അനിമോൾ തന്റെ ഒന്നാം പൊസിഷൻ തിരിച്ചു പിടിക്കുകയാണ്. 8989 വോട്ട് നേടിയാണ് തന്റെ ഒന്നാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ രേണുസുതി താഴ്ത്തു വന്നിരിക്കുകയാണ്. ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് രേണുസുതി അനിമോളുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രണ്ടാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 8890 എന്ന കൂറ്റൻ വോട്ട് നേടി തന്റെ രണ്ടാം പൊസിഷൻ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് രേണുസുതി. മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്രാൽ തന്നെയാണ് തുടരുന്നത്. ജിസേൽ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറ്റം നടത്തി 6980 എന്ന കൂറ്റൻ വോട്ട് നേടി തൻ്റെ മൂന്നാം പൊസിഷൻ തിരിച്ചു പിടിച്ചെടുത്തിരിക്കുകയാണ് ജിസേൽ തക്രാൽ. നാലാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുകയാണ്. ആര്യന് തുടക്കം കണ്ടുവന്നിരുന്ന ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 6450 വോട്ട് നേടി തന്നെ നാലാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുന്നതാണ്. അഞ്ചാം പൊസിഷനിൽ ശൈത്യയാണുള്ളത്. ശൈത്യയ്ക്ക് തുടക്കത്തിൽ ലഭിച്ചിരുന്ന വോട്ട് ഇപ്പോൾ ഇല്ല. ശൈത്യയ്ക്ക് വോട്ടിംഗ് നല്ല രീതിയിൽ ഒരു കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ അഞ്ചാം പൊസിഷനിലാണെങ്കിൽ കൂടെ 5899 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ആറാം പൊസിഷനിൽ ശാരിക കയറി വന്നിരിക്കുകയാണ്. മുൻഷിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ശാരിക ഇപ്പോൾ ആറാം പൊസിഷനിലുള്ളത്. ശാരികയ്ക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. 4777 വോട്ട് നേടിയാണ് ആറാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ മുൻഷി രഞ്ജിത്ത് തുടരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുൻഷി ഒരു ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. 2 പേരാണ് എവിക്റ്റ് ആകുന്നതെങ്കിൽ അത് ഒന്ന് മുൻഷിയാകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ 4690 വോട്ടാണ് നേടിയിരിക്കുന്നത്. ഏഴാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എട്ടാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. ഈ ആഴ്ച പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മത്സരാർത്ഥിയും ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്ന മത്സരാർത്ഥിയുമാണ് നെവിൻ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എലിമിനേഷനിൽ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 3809 വോട്ട് നേടി 8ാം പൊസിഷനാണുള്ളത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് നിർണ്ണായകമാണ്. താങ്ക് യു.